വെൽക്കം ബാക്ക് ടു നാസ്നീൻസ് ഫാമിലി. ഇന്ന് കുറച്ച് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞതാണ്. എന്നാലും ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് ഇന്ന്. താഴെ ഇരിക്കുന്ന ഈ റഗ്ഗൊക്കെ ഇടയ്ക്കൊന്ന് അലക്കണം കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് കഴുകാനിട്ടു. പിന്നെ അതേപോലെ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എല്ലാ ജനലുകളും ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ വിൻഡോ ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ വൈറ്റ് കളർ ആകുമ്പോൾ കാണാൻ ഭംഗിയാണ് കേട്ടോ. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തുടച്ച് നീറ്റാക്കി എടുക്കാൻ. നിങ്ങൾ കാണുമെന്നുണ്ടാവില്ല, ചെറിയ ചെറിയ ബ്ലാക്ക് ഒരു ഡോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുടച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയായിരിക്കും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ബറാത്ത് നോമ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ അല്ലേ നോമ്പിനുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് എല്ലാ പണികളും എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു ധൃതി പിടിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം മുന്നേ തുടങ്ങിയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ജോലികളും ഇങ്ങനെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വിൻഡോസ് എല്ലാ റൂമിൻ്റെതും അതേപോലെ ലിവിങ്ങും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് തുടയ്ക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള കബോർഡൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഫുൾ വൈറ്റ് ആകുമ്പം കുറച്ചുകൂടെ നമ്മളെ റൂമിനൊക്കെ സ്പേസൊക്കെ തോന്നും. അപ്പം ഇനി നമ്മൾ കബോർഡൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുൾ വൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ ജസ്റ്റ് തുടയ്ക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ഭംഗിയിൽ നമുക്ക് കുറച്ചുകൂടെ റൂമൊക്കെ അടിപൊളിയായിട്ടിരിക്കും. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷായി അതിന് ശേഷം കേട്ടോ ഇനി കിച്ചൺ ഡ്യൂട്ടിക്ക് കയറുക. കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അങ്ങനെ പോവും. നോമ്പിന് എപ്പോഴും ഇതേപോലെ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ വേഗം എല്ലാ ജോലികളും തീർത്ത് കഴിഞ്ഞാൽ നമുക്കും ഒന്ന് ഫ്രീ ആവാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ടയർഡ് ആവുമല്ലോ. ഇത് നമ്മളെ നൈബർ തന്നിട്ടുള്ള സപ്പോർട്ടാണ് കേട്ടോ, ചിക്കു. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു ജ്യൂസ് അടിക്കണം. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള നല്ല ചിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചു. ഇനി ഇതാ കിച്ചണിൽ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം റെഡി ആവുമല്ലോ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള മെനു എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു ചിക്കൻ വരട്ടും, അതേപോലെ ചിക്കൻ വെച്ചിട്ട് തന്നെ ഒരു നമ്മൾ മീൻ കായൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഒരു ചിക്കൻ വെച്ചിട്ടൊരു സ്നാക്കും, പിന്നെ പത്തിരി, ജ്യൂസ്, ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സ്നാക്സുകളും നോമ്പ് തുറക്കാനുള്ള കടികളൊക്കെ. അതിൻ്റെ കൂടെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഒരു പാൽവായൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ റമദാൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ഇതേപോലെ ബറാത്ത് നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ ഒരു റമദാൻ ആയതോ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ആ ഒരു ഫീലിൽ എന്താ പറയുക നന്നായിട്ട് നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ പത്തിരിയും കറിയൊക്കെ കഴിക്കുള്ളൂ. അപ്പം അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കരിച്ചൊക്കെ വന്നിട്ട് കഴിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും അതേപോലെ നോമ്പിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.